ഞാൻ പിന്നെ വിട്ടില്ല, പുറകെ പോയി. പക്ഷേ തപ്പിച്ചു. സാരമില്ല, ഞാൻ പിന്നെ പിടിച്ചോളാം. ആട്ടെ, ഫോട്ടോ എവിടെ? വരട്ടെ സാറേ. സാറിനെ കാണിക്കാനുള്ള ഫോട്ടോ ഒന്നും ആയിട്ടില്ല. തുടക്കമല്ലേ ആയിട്ടു. ഒരു 2 ദിവസം കൂടി കഴിഞ്ഞോട്ടെ. പാർട്ടിയെ പറഞ്ഞില്ലല്ലോ. സസ്പെൻസ്. ചേടാ, സാറ് ശകലം കൂടെ ഒന്ന് ക്ഷമിച്ചാട്ടെ. ഫോട്ടോയും കണ്ട് ആളെയും അറിയുമ്പോ സാറ് ഞെട്ടണം. അത്രയ്ക്ക് വലിയ പാർട്ടിയാണ്. എല്ലാ തരത്തിലും. ഓടുകൈ. ഗീതേ, വരൂ. കൺഗ്രാചുലേഷൻസ്. ഗീതയ്ക്ക് ഒരെഴുത്തുണ്ട്. അമ്മ എനിക്കും എഴുതിയിട്ടുണ്ട്. ഞങ്ങളെയൊക്കെ വിളിക്കുമല്ലോ അല്ലേ? ഗീത പൊയ്ക്കുള്ളൂ. ഗീതേ, എന്ത് പറ്റി? അമ്മയുടെ കത്ത് വന്നു. എന്താ വിശേഷം? ഞാൻ പേടിച്ചിരുന്നത് തന്നെ. പരീക്ഷ കഴിഞ്ഞ് ചെന്നാലുടനെ വിവാഹം നടത്താൻ അച്ഛൻ തീരുമാനിച്ചെന്ന്. വിളിച്ചോണ്ട് പോകാൻ 2 ദിവസത്തിനകം ഗോപിച്ചേട്ടൻ വരും. ഞാൻ എന്ത് ചെയ്യും സാലി? തീർച്ചയായും വീട്ടുകാരനുസരിക്കണം. ഇല്ല, എന്നോട് ആലോചിക്കാൻ എന്തിനാ തീരുമാനിച്ചത്? രാഘവന് വേണ്ടി വീട്ടുകാരെ എതിർക്കാൻ നിനക്ക് കഴിയുമോ? ഗോപിയെ നിനക്ക് ഇഷ്ടമല്ലേ? അച്ഛനും അമ്മയ്ക്കും പണ്ട് മുതലേ ഗോപിയേട്ടന്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ഈ സമയത്ത് തന്നെ ഈ തീരുമാനം ഉറപ്പിച്ചത് നിന്റെ ഭാഗ്യമാണ് സാലി. നീ അകപ്പെട്ടു പോയ പുതിയ ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വിധി തന്നെ കൊണ്ടുവന്ന വഴിയാണിത്. ഗോപിയെ നിനക്ക് കൊച്ചനാള് മുതലേ അടുത്തറിയാം. വീട്ടുകാർക്കും പ്രിയപ്പെട്ടവനാണ്. കൗതുകം കൊണ്ടുള്ള പ്രേമവും ജീവിതവും രണ്ടാണ്. ഇന്നോ നാളെയോ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഗോപിച്ചേട്ടൻ വരും. ഞാൻ എന്ത് ചെയ്യണമെന്ന് രാജു പറയണം. എത്ര കാലമായി നീയും ഗോപിയും പരിചയമായി? ഞാൻ പറഞ്ഞില്ലേ, 3-ാമത്തെ വയസ്സ് മുതൽ ഗോപിച്ചേട്ടൻ വളർന്നത് ഞങ്ങളുടെ വീട്ടിലാണ്. നീയും അയാളും തനിച്ച് വീട്ടിലായിരുന്നു? എത്രയോ വട്ടം. ഇടവപ്പാതയിലെ കൂടിച്ചൊരിയുന്ന മഴയത്ത്, തണുപ്പ് നുരഞ്ഞിറങ്ങുന്ന രാത്രികളിൽ നീ അയാളുടെ സാമീപ്യം കൊതിച്ചിട്ടുണ്ടോ? എന്തിനാ ഇങ്ങനെ കിഴിഞ്ഞു ചോദിക്കുന്നത്? ഞാൻ പറയാം. ഒരു മൂത്ത സഹോദരനെ പോലെ ഗോപിച്ചേട്ടൻ എന്നോട് പെരുമാറിയിട്ടുള്ളൂ. പരീക്ഷ കഴിഞ്ഞു. വീട്ടുകാരെ എതിർക്കാനുള്ള കരുത്ത് എനിക്കില്ല. രാജു ഇളയമ്മയോട് സംസാരിക്കണം. ഇതൊക്കെ പഴയ കാര്യങ്ങളല്ലേ? മിനി വന്നിരുന്നു. നീ അങ്ങോട്ട് ചെല്ലാമെന്നേറ്റിട്ട് ഞാൻ മറന്നു. നീ എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? ഈ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നീ അച്ഛനോടും എന്നോട് സമ്മതം മൂളിയതോ? പക്ഷെ എങ്ങനെ ഒരു ബന്ധത്തിന് എന്റെ മനസ്സ് പാകപ്പെടണം? അതിന് സമയമെടുത്തേക്കും. മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ സ്വഭാവം എത്ര പേരെ വേദനിപ്പിക്കുന്നെന്ന് നീ അറിയുന്നില്ല.
സ്നേഹിക്കുന്നവരെ എത്ര ക്രൂരമായി പരീക്ഷിക്കരുത്. രാജു, 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 ആ കാപ്പി കുടിക്കൂ. ഞാൻ വീട് വരെ പോകുന്നു. അമ്മയ്ക്ക് നല്ല സുഖമില്ലെന്ന് ഫോൺ വന്നു. നീ വരുന്നുണ്ടോ? ഇല്ല. ആ, അതെനിക്കറിയാം. നേരത്തെ ചെന്നാ രാത്രി തന്നെ മടങ്ങും, ഇല്ലെങ്കിൽ കാലത്ത്. നീ പുറത്തു പോകുന്നുണ്ടോ? ചിലപ്പോ. ഹലോ, ലേഡീസ് ഹോസ്റ്റലാണ്. മേ ഐ സ്പീക്ക് ടു ഗീത? ഞാൻ ബ്രദറാണ്. ആ, ഗോപി, ഗോപി. ഹലോ, ഹലോ, ഗോപിച്ചേട്ടനാ? നിന്റെ ചേട്ടൻ വന്നു. നല്ലയാളാ. പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇല്ല, ഇന്ന് വന്നേക്കും. ഇന്നല്ലെങ്കിൽ നാളെ എത്തും. ആ, ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാ ഞാൻ നിന്നെ വിളിച്ചത്. സന്തോഷ വാർത്തയോ? എന്താ അത്? പക്ഷെ നീ അവിടെ കിടന്ന് തുള്ളിച്ചാടുന്നു. പറഞ്ഞേക്കാം. ഇല്ല, ഒന്ന് വേഗം പറഞ്ഞാ മതി. ഞാൻ ഇളയമ്മയുമായി നിന്റെ കാര്യം സംസാരിച്ചു. എന്നിട്ട്? അവർക്ക് നിന്നെ കാണണമെന്ന്. ഹലോ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്കൊന്നും പറയാനുള്ള ശക്തിയില്ല. നീ ഇങ്ങോട്ട് വരുമോ? ഞാൻ വന്നോളാം. ഗീതേ, ഹലോ, ഹലോ. എന്താ ഗീതേ? രാജു. എന്താ പുതിയ ഏർപ്പാട്? എളയമ്മയുമായി സംസാരിച്ചു. അവർക്കെന്നെ കാണണമെന്ന്. ആരാ നിന്നോടിത് പറഞ്ഞത്? രാജു.